PSC 25/10/2025 നടത്തിയ 10th ലെവൽ പ്രിലിംസ് അല്ലെ, എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഒരുവിധപ്പെട്ടവരൊക്കെ എഴുതിയ എക്സാം ആണ്. അതിന്റെ മാത്സ് ആൻഡ് മെന്റലിബിലിറ്റി ക്വസ്റ്റ്യൻസിൽ നിന്നും ചോദിച്ച 20 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും എക്സ്പ്ലനേഷൻസുമാണ്. സാധാരണ രീതിയിലുള്ള 10th ലെവൽ പ്രിലിംസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം മാത്സിൽ നല്ല ചോദ്യങ്ങളായിരുന്നു കേട്ടോ. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ചോദ്യങ്ങളായിരുന്നു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ഞാൻ ക്വസ്റ്റ്യൻ എ പാർട്ട് അല്ലെങ്കിൽ എയുടെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ എ ആണ്. ഓക്കെ, സീരീസ് നമ്പർ എ ആണ്. അതിൽ 81ാമത് ചോദ്യം മുതൽ 100 വരെയാണ് മാത്സിന്റെ ചോദ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മാത്സ് ആൻഡ് മെന്റലിബിലിറ്റി. എന്താണ് 81ാമത് ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമചതുരത്തിന്റെ ഒരു വശം 3 സെന്റിമീറ്റർ ആണ്. അതിന്റെ വികിരണത്തിന്റെ നീളം എത്ര എന്നുള്ളതാണ് അല്ലെ. ഒരു സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറഞ്ഞാല് ചതുരത്തിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഡയഗണൽസ് അല്ലെങ്കിൽ വികിരണത്തിന്റെ നീളം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് എഴുതാം. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്നത് 3 ആണ്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ 3√2 ആണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3√3 ആണ്. 3√3 ആണ്. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇതാണ് ഓപ്ഷൻസ്. അപ്പം ഒരു സമചതുരത്തിന്റെ ഒരു വശം തന്നിട്ടുണ്ട് അല്ലെ, അതിന്റെ വികിരണം എത്രയാണെന്നാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം ഇതാണ്. ഒരു സമചതുരത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ എല്ലാ സൈഡും എന്തായിരിക്കും? എ ആയിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് കോണുകളിൽ നിന്നും അല്ലെങ്കിൽ വെർട്ടക്സിൽ നിന്നും വരയ്ക്കുന്ന ലൈൻസിനെയാണ് ഡയഗണൽസ് അല്ലെങ്കിൽ വികിരണങ്ങൾ എന്ന് പറയുന്നത്. 2 വികിരണങ്ങളുണ്ട്. ഒരു സൈഡ് എ ആണെങ്കിൽ അതിന്റെ ഡയഗണൽ അല്ലെങ്കിൽ വികിരണം കാണാനുള്ള ഇക്വേഷൻ a√2 ആണ്. ഇവിടെ ഒരു സൈഡ് എത്രയാണ്? 3 ആണ്. √2 അതേപോലെ ഇട്ട് കൊടുക്കുക. അതാണ്ട് നമുക്ക് ആൻസർ കിടപ്പുണ്ട്. ഏതാണ് ആൻസർ? 3√2. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 81ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. 82ാമത്തെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. 9ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അവർക്ക് പഠിക്കാനുള്ള ടോപ്പിക്കിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. മോഡുലസ് ഓഫ് x-1. നമ്മളിത് മലയാളത്തിൽ കേവല വില എന്നാണ് പറയുന്നത്. മോഡുലസ് ഓഫ് x-1 ഈസ് ഈക്വൽ ടു x-3. മോഡുലസ് ഓഫ് x-3 ആയാൽ എക്സിന്റെ വില എന്ത് എന്നുള്ളതാണ് ചോദ്യം. മോഡുലസ് ഓഫ് x-1 ഈസ് ഈക്വൽ ടു x-3 ആയാൽ എക്സിന്റെ വില എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 0 ആണ്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. 3 ഓപ്ഷൻസ് ആയി. നമുക്ക് നോക്കാം. നല്ലൊരു ചോദ്യമാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് മോഡുലസ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആണ്. മോഡുലസ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 തന്നെയാണ്. മോഡുലസ് ഓഫ് +1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഓക്കെ, കേവല വില എന്ന് പറയാം കേട്ടോ. ഇങ്ങനെ 2 ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ 2 നമ്പേഴ്സ് എടുക്കുക. എക്സിന്റെ കൂടെ കിടക്കുന്നത് -1 ആണല്ലോ. -1ന്റെ സൈൻ മാറ്റുക, +1 ഇടുക, പ്ലസ് -3യുടെ സൈൻ മാറ്റുക, എന്താ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക, +3 ഇടുക, /2. അപ്പൊ കിട്ടും 4/2. ആൻസർ എത്ര കിട്ടും? 2 കിട്ടും. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ 2 ഉണ്ടോ? ഓപ്ഷനിൽ 2 എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് അല്ലെ. ഇതേപോലെ വേറെ ക്വസ്റ്റ്യൻ കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ. അതായത് x-5 ഈസ് ഈക്വൽ ടു x+8. നമ്മളിത് എങ്ങനെയാ ചെയ്യുന്നത്? സൈൻ മാറ്റണം. 5 പ്ലസിന്റെ സൈൻ -8/2. അപ്പൊ എത്ര കിട്ടും? -3/2 എന്ന് കിട്ടും. അപ്പൊ എത്ര കിട്ടും? എത്ര കിട്ടും ഇവിടെ? 1.5 കിട്ടും അല്ലെ. -1.5 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അടുത്ത ഘട്ടം എക്സാമിന് പോകുന്നവര് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. SCERT 9ാം ക്ലാസ്സിലെ റിയൽ നമ്പേഴ്സ് എന്ന പാഠഭാഗത്തിൽ നിന്നുള്ളതാണ്. അതൊക്കെ നമ്മളൊന്ന് നോക്കിയിട്ട് പോവുക എന്നുള്ളതാണ്. ഇനി എന്താണ് 83ാമത്തെ ചോദ്യം? 83ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? 2, 3, 5 എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയുടെ അടുത്ത പദം എന്താണ് എന്നുള്ളതാണ്. 2, 3, 5
5 എക്സെട്ര. ഇതിന്റെ അടുത്ത പദം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം ഓപ്ഷൻസ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 8, 9, 11, 7. ഓപ്ഷൻ എ 8 ആണ്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ 9 ആണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ 11 ആണ്. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ 7 ആണ്. ഇത് അത്യാവശ്യം വേണമെങ്കിൽ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ അത് വേണമെങ്കിൽ നമുക്ക് നോക്കാം. 2 വെച്ചാണ് കൂടി പോകുന്നത്. അല്ലാന്നുള്ളത് നമ്മൾ നോക്കി ഇതെല്ലാം പ്രൈം നമ്പറാണ് അല്ലെ, അഭാജ്യ സംഖ്യകളാണല്ലേ. ഇതാണ് 2 അല്ലെ. 2 എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യയായ ഒരു പ്രൈം നമ്പറാണ്. 3, 5. അടുത്ത പ്രൈം നമ്പർ എന്ന് വെച്ചാൽ ഏതാണ്? അടുത്ത പ്രൈം നമ്പർ തൊട്ടടുത്ത് വരുന്നത് 7 ആണ്. അപ്പോൾ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ, വളരെ സിമ്പിൾ ചോദ്യമാണ്. ഇനി എന്താണ് 84ാമത്തെ ചോദ്യം പറയുന്നത്. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 80 സെന്റിമീറ്റർ അല്ലെ. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുകയാണ്. നല്ല ചോദ്യമാണ്. ചുറ്റളവ് എത്രയാണ്? 80 സെന്റിമീറ്റർ. പരപ്പളവ് പറഞ്ഞിട്ടുണ്ട്. എന്താ മക്കളെ പരപ്പളവ്? ചുറ്റളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിമീറ്റർ എന്നുള്ളതാണ് കേട്ടോ. പെരിമീറ്റർ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ ഇല്ല, 10th ലെവൽ ആയതുകൊണ്ട് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. പരപ്പളവ് എന്ന് വെച്ചാൽ എന്താണ്? ഏരിയ, അല്ലെങ്കിൽ നമ്മൾ അതിന് മറ്റൊരു പേര് പറയും വിസ്തീർണം എന്ന് പറയും അല്ലെ. പരപ്പളവ് എത്രയാണ്? 384 സെന്റിമീറ്റർ സ്ക്വയർ എന്നുണ്ട് കേട്ടോ. 384 സെന്റിമീറ്റർ സ്ക്വയർ ആയിക്കഴിഞ്ഞാൽ അവയുടെ വശങ്ങളുടെ തുക എത്രയാണ് എന്നുള്ളതാണ്. വശങ്ങളുടെ തുക എത്രയാണ്? നമുക്ക് ഓപ്ഷൻ എഴുതാം. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 40 സെന്റിമീറ്റർ ആണ്. ഓപ്ഷൻ ബി എത്രയാണ് മക്കളെ? ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 192 സെന്റിമീറ്റർ ആണ്. 192 സെന്റിമീറ്റർ. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 സെന്റിമീറ്റർ ആണ്. ഓപ്ഷൻ ഡി എത്രയാണ്? ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 40, ഓപ്ഷൻ ബി 192, ഓപ്ഷൻ സി 120, ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ഇവയൊന്നുമല്ല. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. അപ്പൊ അതും കൂടെ വേണമെങ്കിൽ എഴുതാം. നൺ ഓഫ് ദി എബോവ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഇവയൊന്നുമല്ല. നല്ലൊരു ചോദ്യമാണ്. സത്യം പറഞ്ഞാൽ ഈ പരപ്പളവിന്റെ ആവശ്യം അവിടെ ഇല്ല കേട്ടോ. നമ്മൾ അതിൽ സ്റ്റക്കായിട്ട് നിൽക്കരുത്. പെരിമീറ്റർ കാണാനുള്ള ലൊക്കേഷൻ എന്താണ്? ഒരു ദീർഘചതുരം അല്ലെങ്കിൽ ഒരു ചതുരത്തിന്റെ പെരിമീറ്റർ കാണാനുള്ള ലൊക്കേഷൻ എന്താണ്? 2 × L+B. അത് എത്രയാണ് തന്നിട്ടുണ്ട്? നമുക്ക് 80 തന്നിട്ടുണ്ട്. ഈ 2 ഇവിടെ ഗുണിച്ചേക്കാണ്, അവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ L+B എത്രയാണ്? 80/2 എത്രയാണ്? 40. എന്നാൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? അവയുടെ വശങ്ങളുടെ തുക എന്നുള്ളതാണ്. വശങ്ങളുടെ തുക എന്ന് പറഞ്ഞിട്ടുള്ളൂ, മുഴുവൻ വശങ്ങളുടെ തുക എന്ന് പറഞ്ഞിട്ടില്ല. മുഴുവൻ വശങ്ങളുടെ തുക എന്ന് വെച്ചാൽ എന്താണ്? അത് ഈ പെരിമീറ്റർ തന്നെയാണ്. വശങ്ങളുടെ തുക എന്ന് വെച്ചാൽ L+B. അപ്പോൾ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ എ ആണ്. എന്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ് 84ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി 85ാമത്തെ ചോദ്യം എന്താണ് പറയുന്നത്? 85ാമത്തെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ചതുർഭുജം നല്ലൊരു ചോദ്യമാണ്. ചതുർഭുജം എന്ന് വെച്ചാൽ എത്രയാണ് മക്കളെ? ചതുർഭുജത്തിന് 4 വശങ്ങളുണ്ട്. ചതുർഭുജം =1 എന്ന് പറയുന്നത് ഇതൊരു മെന്റൽ എബിലിറ്റി റീസണിംഗ് ഭാഗത്തിനുള്ള ചോദ്യമാണ്. ഷഡ്ഭുജം എന്ന് പറഞ്ഞിട്ട് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഷഡ്ഭുജം എന്ന് വെച്ചാൽ എന്താണ്? ഹെക്സഗൺ എന്നുള്ളതാണ്. ഷഡ്ഭുജം എന്ന് വെച്ചാൽ ഹെക്സഗൺ എന്നുള്ളതാണ്. ഹെക്സഗൺ എന്ന് വെച്ചാൽ എന്താണ്? 6 വശങ്ങളാണ്. ഓപ്ഷൻ എ എന്ന് വെച്ചാൽ 4, ഓപ്ഷൻ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആണ്. ഓപ്ഷൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആണ്. ഓപ്ഷൻ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 6. ഓപ്ഷൻ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 5 ആണ്. നമ്മൾ നോക്കി ചതുർഭുജം 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ചതുർഭുജം =4 ആണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതായിരുന്നു ഷഡ്ഭുജം =6 ആണ്. ഇന്ന് ഈ 4ൽ നിന്ന് ഏകദേശം ചതുർഭുജം 4 വശമുണ്ട്. 4ൽ നിന്ന് ഏകദേശം 3 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്. അതേപോലെ നമുക്ക് നോക്കാം 6ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. അപ്പോൾ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 85ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് 85ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 86ാമത്തെ ചോദ്യം കുറച്ച് ചെയ്യേണ്ട ചോദ്യമാണ്. 86ാമത്തെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. എന്താണ് 86ാമത്തെ ചോദ്യം? 1/8 + 1/16 എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് ചോദിച്ചേക്കുന്നത് മാത്രമല്ല അതിലെ ദശാംശ രൂപം എന്താണെന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇത് ഇച്ചിരി ചെയ്യാനുള്ളതാണ്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 0.8750 ആണ്. 0.8750. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.875 ആണ്. 1.875 ആണ്. ഓപ്ഷൻ സി എന്താ കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻ സി 0.1875 ആണ്. 0.1875 ആണ്. ഓപ്ഷൻ ഡി എന്താണ് കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് 0.0185 ആണ്. 0.0185 ആണ്. നമുക്കിത് പല രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം 1/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്?
0.125 ആണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം കുറച്ച് കൺസ്യൂമിങ് ആവുന്നുള്ളൂ. നമ്മൾ ഈ 1 നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക? 1 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവിഷനൊക്കെ അറിയാമല്ലോ. പോയിന്റ് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 8 2. അപ്പം അടങ്ങത്തില്ല 0. അപ്പോൾ എത്ര കൊടുക്കും? 2 16. അപ്പോൾ എത്ര കിട്ടും? 4. വീണ്ടും 0 കൊടുക്കുക 5. അപ്പോൾ നമുക്ക് എഴുതാം 1/8 പ്ലസ് 1/16. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/8 പകരം 0.125 എന്ന് എഴുതാൻ പറ്റും പ്ലസ്. ഇതേപോലെ നമ്മൾ 1/16 ചെയ്യണം. അല്ലെ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? 1/16 കൂടെ നമുക്ക് ചെയ്യാൻ നോക്കാം. 1/16 നിങ്ങൾ നോക്കേ, പോയിന്റ് കൊടുത്തു, 10 ഇല്ല, വീണ്ടും ഒരു പോയിന്റ് കൊടുക്കണം. അപ്പം 0.62. കറക്റ്റ് ആൻസർ 0.825 ആണ് വരുന്നത്. 6 വരുമ്പോൾ ഇവിടെ 96 ആണ് വരുന്നത്. ഇവിടെ 40 വരും. പിന്നെ എത്ര വരും? 32 വരും. പിന്നെ 8 എന്ന് പറയുന്നത് ഇവിടെ 5 വരും കേട്ടോ. ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എന്താ കിട്ടി? പ്ലസ് 0.0625 നമ്മൾ ഇതിന് കൂട്ടിയെടുത്താൽ മതി. ഇത് ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആഡ് ചെയ്ത് വരാൻ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. 0.1875 വരെ എത്ര കിട്ടും? 0.1875 കിട്ടും. 0.1875 ആണ് കിട്ടുന്നത്. 0.1875 ആണ് കിട്ടുന്നത്. 0.1875 കിട്ടും. നമുക്കിനിയിപ്പം ഏഴാമത്തെ, അതായത് 86 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് 87ാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. 86 ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഇനി നമുക്ക് 87ാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. 87ാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. 87ാമത്തെ ചോദ്യം എന്താണ് പറയുന്നത്? 87ാമത്തെ ചോദ്യം പറയുന്നു, അതായത് 87ാമത്തെ ചോദ്യം പോളിനോമിയൽ x-2 അല്ലെങ്കിൽ ഒരു ബഹുപദം. ഈ x-2 എന്ന് പറയുന്നത് ബഹുപദത്തിന്റെ ഘടകമാണ്. ഒരു ബഹുപദത്തിന്റെ ഘടകമാണ് x-2. അങ്ങനെയാണെങ്കിൽ P(2) എത്രയാണെന്നാണ് ചോദ്യം. വളരെ നല്ലൊരു ചോദ്യമാണ്. ആദ്യം ഞാൻ ഓപ്ഷൻസ് അങ്ങ് എഴുതാം. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ഇവയൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം, അതായത് ഒരു P(x) എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ ഉണ്ട്. ആ പോളിനോമിയലിൽ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ആ പോളിനോമിയലിന്റെ ഒരു ഘടകമാണ് x-a എന്ന് പറഞ്ഞാൽ. a എന്ന് വെച്ചാൽ ഏത് നമ്പരും ആകാം. P(a) എന്തായിരിക്കും? P(a) എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ P(a)ക്ക് വരെ 2 ആണ് കിടക്കുന്നത്. അപ്പോൾ P(2) എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ് വരേണ്ടത്. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി നമുക്ക് 88ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ആ 88ാമത്തെ ചോദ്യത്തിൽ 5 പദങ്ങളുടെ തുക, അല്ലെ 5 സംഖ്യകളുടെ തുക എന്നാണ് പറയുന്നത്. 5 പദങ്ങളുടെ തുക 145 എന്നാണ് പറയുന്നത്. പക്ഷെ അതിലൊരു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്നാണ് പറയേണ്ടത്. കറക്റ്റായിട്ട് പറയേണ്ടത് എങ്ങനെയാണ്? തുടർച്ചയായ 5 പദങ്ങളുടെ തുക 145 ആണ് എന്നുള്ളതാണ്. തുടർച്ചയായ 5 പദങ്ങളുടെ തുക എത്രയാണ്? നമുക്കിത് അറിയാം. 5 പദങ്ങളുടെ തുക എന്ന് വെച്ചാൽ 145 ആണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പദം എത്രയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ എന്ന് വെച്ചാൽ എത്രയാണ്? 29 ആണ്. ഓപ്ഷൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 27 ആണ്. ഓപ്ഷൻ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ 31 ആണ്. ഓപ്ഷൻ ഡി എന്ന് വെച്ചാൽ 33 ആണ്. നിങ്ങളിത് മനസ്സിലാക്കാനുള്ള കാര്യം, നിങ്ങൾ ഈവൻ നമ്പറാണ്, അല്ലെ? തുടർച്ചയായ 5 പദങ്ങളുടെ തുക 145 ആണെങ്കിൽ അവിടുത്തെ, അതായത് 1 2 3 4 5 സംഖ്യകളുണ്ട്. ഇവിടുത്തെ മധ്യപദം എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡിൽ നമ്പർ. പക്ഷെ 3 ആയിരിക്കും ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത്. നമുക്ക് ആവറേജ് കാണുന്നത് എങ്ങനെയാണ്? ആവറേജ് കാണുന്നത് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ആണ്. സോ 145 ഡിവൈഡ് ബൈ എത്രയാണ്? 5 ആണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 29 ആണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ. ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി 89ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത് എന്നുള്ളതാണ്. നല്ല ചോദ്യമാണ്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 5/5 ആണ്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 5/7 ആണ്. അടിപൊളി, എല്ലാം 5ന്റെ പവേഴ്സ് ആണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ 5/6 ആണ്. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/3 ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും, അതായത് ഒരു നമ്പറിന്റെ പൂർണ്ണവർഗം എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെ, പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. അതിന്റെ പവർ എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും.
ഈ പറഞ്ഞ 5x ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആകണമെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. ഇവിടെ എക്സ് എന്ന് വെച്ചാൽ എൻ്റെ പവർ ആണ്. പവർ ഈവൻ നമ്പർ ആവുന്ന ഏതൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അതാണ്ട് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് ശരി, ഓപ്ഷൻ സി ആണ്. നമുക്ക് അവിടെ ആൻസർ ശരിയാവുന്ന ഏതാണ്, ഓപ്ഷൻ സി ആണ് 89ാമത്തെ കേസിൽ ശരിയാകുന്നത്. ഇനി നമ്മൾ 90ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. എന്താണ് 90ാമത്തെ ചോദ്യം പറയുന്നത്? 90ാമത്തെ ചോദ്യം ഒരു മെന്റൽ എബിലിറ്റി റീസണിംഗ് ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്, അല്ലെ? ഒരു റീസണിംഗ് ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. എന്താണ് പറയുന്നത്? ആദ്യത്തെ ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കിളിനകത്ത് എന്താണ് മക്കളെ, ഒരു സർക്കിളിനകത്ത് ഒരു ട്രയാങ്കിൾ ആണ്. രണ്ടാമത്തെ ഫിഗർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു സർക്കിളിനകത്ത് എന്താണ്, ഒരു സ്ക്വയറോ റെക്റ്റാങ്കിളോ ആണ്, അല്ലെ? മൂന്നാമത്തെ ഫിഗർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ട്രയാങ്കിളിനകത്ത് എന്താണ്, ഒരു സർക്കിളാണ്. ഓക്കെ, ഇത് ഈ ഒന്നാമത്തത് രണ്ടാമത്തത്. ഒന്നാമത്തത് എന്തായിരുന്നു, ഒരു സർക്കിളിനകത്ത് ട്രയാങ്കിൾ ആയിരുന്നു. സോ എന്തായി, മൂന്നാമത്തെ ഫിഗർ വന്നപ്പോൾ ട്രയാങ്കിളിനകത്ത് എന്തായി, സർക്കിളായി. അപ്പോൾ നാലാമത്തെ ഫിഗർ എന്താ വരും, ഇവിടെ സർക്കിളിനകത്താണ് ട്രയാങ്കിൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സർക്കിളിനകത്താണ് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ വന്നിട്ടുള്ളത്. സോ നാലാമത് നമുക്ക് എന്താ എഴുതാം, ആ സ്ക്വയറിനകത്ത് എന്താ വരണം, സർക്കിൾ വരണം. ഇതാണ് അതിന്റെ ആൻസർ. ആ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എത്രയാണ്, ഓപ്ഷൻ എ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. എന്താണ്, ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇതാണ് 90ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇനി 91ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. 91ാമത്തെ ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ്. 91ാമത്തെ ചോദ്യം വളരെ നല്ല ഒരു അടിപൊളി ചോദ്യമാണ്. 91 എന്താണ് 91ാമത്തെ ചോദ്യം പറയുന്നത്? ഒരു മട്ടത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തുല്യമാണ് എങ്കിൽ തുല്യമായ കോണുകൾ ഏതൊക്കെ എന്നാണ്, അല്ലെ? നമുക്കറിയാം ഒരു മട്ടത്രികോണം എടുത്തു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി ഒരു ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രിയാണ്. ഇനി ഓപ്ഷൻസ് ഒന്ന് എഴുതാം. ഓപ്ഷൻ 30, 35, 40, 45. ഓപ്ഷൻ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 30, ഓപ്ഷൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ 35, ഓപ്ഷൻ സി എന്ന് വെച്ചാൽ 40, ഓപ്ഷൻ ഡി എന്ന് വെച്ചാൽ 45. എടാ നോക്കി, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. അതിൽ ഒരു ആംഗിൾ എത്രയാണ്, ഒരു ആംഗിൾ ഓൾറെഡി 45, 90 ആയിരിക്കും. ഓൾറെഡി മൊത്തം കോണ് നമുക്കറിയാം 180, 180 ഡിഗ്രിയാണ്. ഒരെണ്ണം 90 ആണെങ്കിൽ ബാക്കി രണ്ടവന്മാരും കൂടെ 90 ആയിരിക്കും. ഈ രണ്ടവന്മാർ ഈക്വൽ ആണെന്ന് പറയാം. ഒരു ഒറ്റ കണ്ടീഷനിലേ വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ 90/2 എത്ര ആയിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും, അല്ലടാ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി ആണ്. 91ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 91 ചോദ്യത്തിന്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി ആണ്. ഇത് നമുക്ക് 92ാമത്തെ ചോദ്യങ്ങളാണ്. 92ാമത്തെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. എന്താണ് 92ാമത്തെ ചോദ്യം പറയുന്നത്? 3/8നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് 3/8നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 8/3 കിട്ടി. അപ്പൊ ഏത് സംഖ്യ നമുക്ക് അറിയത്തില്ല, ഏത് സംഖ്യ എന്ന് അറിയത്തില്ല, ഏതോ സംഖ്യ കൊണ്ട് ഹരിച്ചു എന്നാണ് പറഞ്ഞത്. ആ ഹരിച്ച സംഖ്യ നമുക്ക് എന്തെടുക്കാം, എക്സ് എന്നെടുക്കാം. നമുക്ക് എത്ര കിട്ടി, 8/3 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ 3/8 ഈസ് ഈക്വൽ ടു എന്താണ്, എല്ലാ എക്സിന്റെ അടിയിൽ എന്തുണ്ടെന്നാണ് അർത്ഥം, ഒരു 1 ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഏത് നമ്പറിന്റെ അടിയിൽ ഒരു 1 ഉണ്ട്. സോ 1/x ഈസ് ഈക്വൽ എത്രയാണ്, 8/3 എന്ന് കിട്ടും. നമുക്ക് 1/x കാണാൻ എന്താ വേണം, ഈസ് ഈക്വൽ ടു 8/3. ഇവിടെ ഗുണിച്ചേക്കുന്നത് എന്താണ്, തിരിച്ചിട്ട് ഗുണിക്കണം. എന്തായാലും 8/3 വരും. നമുക്ക് എത്ര കിട്ടും, 64/9 കിട്ടും. നമുക്ക് 1/x ആണ് 64/9. സോ തിരിച്ചിടണം. x ഈസ് ഈക്വൽ എന്താണ്, 9/64 ആണ്. 9/64 ആണ്. ഓപ്ഷൻ എത്രയാണ്, 92ാമത്തെ ചോദ്യത്തില് 9/64 എന്ന് കിടക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പൊ 94ാമത്തെ ചോദ്യത്തിലെ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി എന്താണ്, നമുക്ക് 93ാമത്തെ ചോദ്യം നോക്കാം. എന്താ 93ാമത്തെ ചോദ്യം പറയുന്നത്? നല്ലൊരു ചോദ്യമാണ്. അതായത് 3/3, 5/5, 7/7 ഇവ ഓരോന്നിനെയും 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 3/3 ഒന്നാമത് പറഞ്ഞേക്കാണ്. എത്ര വരും, 27 വരും. 5/5, 7/7. നമുക്ക് എല്ലാം അറിയാം. ഇതിന്റെ എല്ലാ ആൻസർ എന്താണ്, ഒരു ഓഡ് നമ്പറാണ്. ഇവയെല്ലാം 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്നാണ്. ഓപ്ഷൻ എ നമുക്കറിയാം. ഓപ്ഷൻ എ പറയുന്നത് എന്താണ്, 1 ആണ്. ഓപ്ഷൻ ബി പറയുന്നത് 2 ആണ്. ഓപ്ഷൻ സി പറയുന്നത് 3/2 ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. നമ്മൾ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് ഇച്ചിരി ചില സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഇത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതിന്റെ വാല്യൂ എടുത്തിട്ട് ഡിവൈഡ് ചെയ്യാനൊന്നും നിൽക്കേണ്ട. ഇതെല്ലാം ഈവൻ നമ്പർ, ഒറ്റ സംഖ്യയാണ്, അല്ലെ? ഇപ്പൊ 27 നമ്മൾ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടൂടെ, 13 കിട്ടും. ശിഷ്ടം എത്രയാണ്, 1 ആണ്. എല്ലാത്തിനെയും 2 കൊണ്ട് ഹരിച്ചാൽ
എന്താണ് ശിഷ്ടം എന്നാണ് ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ 19 എടുത്തു, 19 ഡിവൈഡ് ബൈ 2 18, ശിഷ്ടം എത്ര? 1. അതായത് എല്ലാ ഈ ഒറ്റ സംഖ്യകളെ 2 കൊണ്ട് ഹരിച്ച് ഒരേ ഒരു ശിഷ്ടം മാത്രമേ വരത്തുള്ളൂ. അത് ഏത് നമ്പറാണ്? അത് 1 ആണ്. അപ്പോൾ 93ാമത്തെ ആൻസർ എത്രയാണ്? 93ാമത്തെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി നമുക്ക് 94ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. 94ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. അപ്പം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അത്യാവശ്യം ചില മാത്സ് ഒരു ആവറേജ് പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റും, പക്ഷെ അത്യാവശ്യം നമ്മൾ സമയമെടുത്ത് ചെയ്യേണ്ടി വരും. നല്ല ചോദ്യങ്ങളാണ്. സ്കൂൾ ടെക്സ്റ്റിലെ ചോദ്യങ്ങളാണ് ഒട്ടുമിക്കതും. കൂടുതലും സ്കൂൾ ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി എന്താണ് 94ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്? നല്ല ആവറേജുമായി ബന്ധപ്പെട്ട, ശരാശരിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 9 ഇന്നിംഗ്സിലായി ശരാശരി 36 റൺസ് എടുത്തു. അടുത്ത 2 ഇന്നിംഗ്സിലായി ആകെ എത്ര റൺസ് എടുത്താൽ ശരാശരി 40 ആകും? ഞാൻ ആദ്യം ആ ഓപ്ഷൻ എഴുതിയാണ്. ഓപ്ഷൻ എ എന്ന് വെച്ചാൽ 116 ആണ്. ഓപ്ഷൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? ഓപ്ഷൻ ബി 110 ആണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 ആണ്. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി എന്ന് വെച്ചാൽ 115 ആണ്. ഇടയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആദ്യം ശരാശരിയുടെ ഇക്വേഷൻ നിങ്ങൾ അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം എന്തോ? ശരാശരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഡിവൈഡ് ബൈ എന്താണ്? ഈ എണ്ണമാണ്. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഇക്വേഷനാണ് അല്ലേ. ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സം ഡിവൈഡ് ബൈ എന്താണ്? ടോട്ടൽ നമ്പറാണ് അല്ലേ. നമുക്കറിയാം 9 ഒരു ക്രിക്കറ്റ് കളിക്കാൻ 9 ഇന്നിംഗ്സ് മീൻസ് 9 കളികളിലായി എത്ര? 36 റൺസ് എടുത്തു. 9 കളികളിലായി 36 റൺസ്. അതായത് എണ്ണം നമുക്കപ്പോൾ ആകെ കാണാൻ എന്താ വേണം? ഇതിൽ നിന്ന് ആകെ കാണാൻ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആകെ റൺസ് നമുക്ക് എങ്ങനെ കാണാം? ആകെ റൺസ് എന്ന് പറയുന്നത് 36 ഇൻറ്റു നമുക്ക് എങ്ങനെയാണ് 9 എന്ന് പറയാൻ പറ്റും. ആകെ റൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 36 ഇൻറ്റു 9 എന്ന് പറയാൻ പറ്റും. 36 ഇൻറ്റു 9 എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ചെയ്യുമ്പോൾ എത്ര വരും? 324 വരും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 324. ഇനി 2 മത്സരം കൂടി അയാൾ കളിക്കുകയാണ്. 2 മാച്ചസും കൂടെ കളിക്കുകയാണ്. 2 ഇന്നിങ്സും കൂടെ കളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 2 ഇന്നിങ്സും കൂടെ കളിച്ചു കഴിഞ്ഞാൽ എത്ര റൺസ് അയാൾ എടുത്താൽ അയാളുടെ ശരാശരി 40 ആവും. അപ്പം 2 എന്ന് പറയുമ്പോൾ അവിടുത്തെ എണ്ണം നമുക്കറിയാം. എണ്ണം എത്രയാണ്? 9 + 2 11 ആയി. അവിടുത്തെ ശരാശരി നമുക്കറിയാം എത്രയായി? 40 ആയി. അപ്പം നമുക്ക് ആകെ കാണാമല്ലോ. എങ്ങനെ ആകെ കാണും? ആകെ ഇസിക്കൽ ടു ശരാശരി ഇൻറ്റു എണ്ണമാണ്. 40 ഇൻറ്റു 11 ആണ്. എത്ര കിട്ടും? 440 കിട്ടും. ഓക്കെ, 11 കളിയിൽ നിന്ന് പുള്ളി എടുത്ത റൺസ് 440. 9 കളിയിൽ നിന്ന് പുള്ളി എടുത്ത റൺസ് 324. അങ്ങനെയാണെങ്കിൽ ഈ 2 കളികളിൽ നിന്ന് പുള്ളി എടുത്ത റൺസ് എന്താ വേണം? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം അല്ലേ. 440 മൈനസ് 324 എത്ര കിട്ടും? 116 കിട്ടും. നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ തന്നെയാണ്. അത് ഇവിടെ കിടക്കുന്നത്. നല്ല ചോദ്യമാണ്, അടിപൊളി ചോദ്യമാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു കാര്യം, ഇനി എന്താണ് 95ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? 95ാമത്തെ ചോദ്യം നല്ല ചോദ്യമാണ്. 95ാമത്തെ ചോദ്യം ഇതാണ്. 4x അല്ലെ. 4x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1024 ആണ്. 4x 1024 ആണെങ്കിൽ 4x - 1 എത്ര എന്നുള്ളതാണ് ചോദ്യം. നല്ല ചോദ്യമാണ്. 4x - 1. നമ്മൾ ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 128 ആണ്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ 256 ആണ്. ഓപ്ഷൻ സി എത്രയാണ് മക്കളെ? 512 ആണ്. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ 484 ആണ്. നമ്മൾ എന്താണ് എക്സിന്റെ വിലയൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഞാനൊരു ഇക്വേഷൻ നിങ്ങളോട് പറയാം. നിങ്ങൾ കൃത്യങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. കൃത്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. a⁻m ഡിവൈഡ് ബൈ a⁻n എന്ന് പറയുന്ന സംഭവമുണ്ട്. എന്താണ് a⁻m ബൈ a⁻n? a⁻m - n എന്നുള്ളതാണ് അല്ലേ. എന്ന് വെച്ചാൽ ഞാൻ ഇത് എടുക്കുകയാണ്. ഇവിടെ 4x - 1 അതിൻ്റെ അർത്ഥം എന്താണ്? ഈസിക്കൽ ടു 4x ഡിവൈഡ് ബൈ 4x1 എന്നുള്ളതാണ്. 4x1 എന്ന് വെച്ചാൽ 4 ആണ്. നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇതല്ലേ. 4x എന്ന് വെച്ചാൽ എത്രയാണ്? 1024 ഡിവൈഡ് ബൈ എന്താണ്? 4 ആണ്. നമുക്ക് ചെയ്യാൻ നേരത്തെ ആൻസർ എത്ര കിട്ടും? 256 വരും. ഓപ്ഷൻ 256 ഉണ്ടോ? ഓപ്ഷൻ 256 ഉണ്ടോ? എത്രാമത്തെ ഓപ്ഷനാണ് 256? ഓപ്ഷൻ ബി ആണല്ലേ. സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണോ? ഓപ്ഷൻ ബി ആണല്ലേ 256. ഓക്കെ, നല്ല ചോദ്യമാണ്. അത് കൃത്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കൃത്യങ്ങൾ എന്ന് പറയപ്പെടുന്ന ഒരു പോർഷൻസിൽ നിന്ന് വന്ന വളരെ നല്ല ചോദ്യമാണ്. a⁻, അതായത് നമുക്ക് ഒരു ഇക്വേഷൻ കൂടെ പറയാൻ പറ്റും. a⁻m ഇൻറ്റു a⁻n എന്ന് വെച്ചാൽ എന്താണ്? a⁻m + n ആണ്
അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, നല്ല ചോദ്യമാണ്. ഇനി നമുക്ക് 96ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. 96ാമത്തെ ചോദ്യവും നല്ല ചോദ്യമാണ്. 8ാം ക്ലാസ്സിലെ ഈ പറഞ്ഞ കണക്ക് ബഹുഭുജങ്ങൾ പോളിഗൺസ് എന്ന് പറയുന്ന സെക്ഷനിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, എന്താണ് 96ാമത്തെ ചോദ്യം പറയുന്നത്? പഞ്ചഭുജം എന്ന് പറയുകയാണ്. 96ാമത്തെ ചോദ്യം എഴുതുകയാണ്. പഞ്ചഭുജം എന്ന് പറഞ്ഞിട്ട് എത്രയാണ് കൊടുത്തേക്കുന്നത്? പഞ്ചഭുജം എന്ന് വെച്ച് കഴിഞ്ഞാൽ 108 ആണ്. എന്ന് വെച്ചാൽ 5 സൈഡ് ഉണ്ട്. നമ്മൾ പെന്റഗൺ എന്ന് പറയാം. എന്താണ് പെന്റഗൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതേ കണക്കിന് നവഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞണ്ണകളാണ്. എന്ന് വെച്ചാൽ 9 വശമുണ്ട്. എത്ര ഉണ്ട്? അത് ചോദ്യചിഹ്നമാണ് അല്ലേ. ഓപ്ഷൻ എ പറഞ്ഞവിടെ മക്കളെ. ഓപ്ഷൻ എ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 120, ഓപ്ഷൻ എ 120, ഓപ്ഷൻ ബി 130, ഓപ്ഷൻ സി 150, ഓപ്ഷൻ ഡി എന്താണ് കൊടുത്തിരിക്കുന്നത്? 140 ആണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ള കാര്യം, നമ്മുടെ ട്രയാങ്കിളിന്റെ നമ്മളെ ഏത് പോളിഗൺ എടുത്താലും അവയുടെ ആകെ ഇന്നർ ആംഗിൾസിന്റെ സം കാണാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ n-2 × 180 ആണ്. n-2 × 180 ആണ്. ട്രയാങ്കിൾ എത്ര? എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സൈഡ്. ട്രയാങ്കിൾ എടുക്കുമ്പോൾ ത്രികോണം എടുക്കുമ്പോൾ 3 സൈഡ് ഉണ്ട്. സോ 3 - 2 × 180. 1 × 180 എത്ര കിട്ടും? 180 കിട്ടും. അങ്ങനെയാണ് കിട്ടുന്നത്. നമുക്കപ്പോൾ ആകെ വേണ്ടതെന്ന് വെച്ചാൽ എന്താണ്? ആകെ ഇത് 9 സൈഡാണ്. അപ്പം ഈ 9 സൈഡുള്ള ഈ പോളിഗണിന്റെ അല്ലെങ്കിൽ നവഭുജത്തിന്റെ ആന്തരിക കോണുകൾ, അകമേ വരുന്ന 9 കോണുകളുടെ സം എത്ര എന്ന് കാണാം. സോ n-2 ഇക്വേഷൻ ഓർത്ത് വെച്ചോ × 180 ആണ്. അതായത് 9 - 2 × എത്രയാണ്? 180 ആണ്. എന്ന് വെച്ചാൽ എത്രയാണ്? അതായത് 7 × എത്രയാണ്? 180 ആണ്. 7 × 180 എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട. 7 × 180 എന്നുള്ളതാണ് 9 കോണുകളുടെ അളവ്. നമുക്ക് വേണ്ട ഒരു കോണാണ്. അപ്പോൾ ഡിവൈഡ് ബൈ എത്രയാണ്? 9 ആണ്. എത്ര കിട്ടും? 20. അപ്പോൾ എത്ര കിട്ടും? 140. ഓപ്ഷൻ ഉണ്ടോ അവിടെ? 140 ഉണ്ടോ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 97ാമത്തെ ചോദ്യത്തിലോടക്കാം. 97 നല്ലൊരു ചോദ്യമാണ് ഇത്. 97ാമത്തെ ചോദ്യം എന്താണ്? 2, 8, 32 ഡാഷ് എന്നുള്ളതാണ്. ഓപ്ഷൻ എന്തൊക്കെയാണ്? ഓപ്ഷൻ 64, 72, 128. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 64, ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ 72, ഓപ്ഷൻ സി എന്ന് വെച്ചാൽ 128, ഓപ്ഷൻ ഡി എന്ന് വെച്ചാൽ എത്രയാണ്? ഓപ്ഷൻ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ആണ്. മക്കളെ ഇത് നോക്കേ, ഇത് മെന്റലബിലിറ്റി ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. എടാ നിങ്ങൾ നോക്കേ, 2ൽ നിന്ന് 2ന്റെ കൂടെ 4 എളുപ്പം ചെയ്യും. 2ന്റെ കൂടെ 4 ഗുണിച്ചപ്പോഴാണ് 8 കിട്ടിയത്. 8ൽ നിന്ന് 4 ഗുണിച്ചപ്പോഴാണ് 32 കിട്ടിയത്. സോ 32ന്റെ കൂടെ 4 ഗുണിക്കണം. നമ്മുടെ ആൻസർ എത്ര കിട്ടും? 128 കിട്ടും. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 3.2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3.2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.3125 ആണ്. അങ്ങനെയാണെങ്കിൽ 1/032 എത്ര? നല്ല ചോദ്യമാണ്. നിങ്ങൾ നോക്കേ, ഇവിടെ ഒരു നമ്മൾ നോക്കും 3ഉം 2ഉം ഉണ്ട്. ഇവിടെ ഒരു 3ഉം 2ഉം ഉണ്ട്. വ്യത്യാസം എന്താണ്? ഇവിടെ 3 കഴിഞ്ഞാണ് പോയിന്റ്, ഒരു സ്ഥാനം മാറ്റിയാണ് പോയിന്റ്. 3.2 ആണ്. ഇവിടെ എന്താ വന്ന്? 0.032 ആണ്. 2 പോയിന്റ് മാറി വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തു? ഇവിടെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറയാം. ഡിനോമിനേറ്ററിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. ഇവിടെ ഡിനോമിനേറ്ററിനെ എന്താ ചെയ്തു? ഇവിടെ ഈ 3.2 എന്ന് പറയുന്ന ഡിനോമിനേറ്ററിനെ നമ്മൾ എന്തുകൊണ്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1 അല്ലെങ്കിൽ 0.032 അല്ലേ? ആണല്ലോ. ആൻസർ ഇതാണ്. ഇവിടെ ആണ് ആൻസർ എന്ന് വെച്ചാൽ എന്താണ്? ആൻസർ ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത്. ആൻസർ എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ഒരു ഈ പറഞ്ഞ കണക്കൊരു പോയിന്റ് നമ്പറാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡിനോമിനേറ്ററിനെയാണ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്തത് കൊണ്ട് ഇവിടെ ആൻസറിൽ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ആൻസർ എത്ര വരും? അതാണ്ട് ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് റീപ്ലേസ് ചെയ്യുക. അപ്പൊ ആൻസർ 31.25 എന്ന് വരും. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മക്കളെ 99ാമത്തെ ചോദ്യം ഒരു നല്ല ചോദ്യമാണ്. ഒരു മെന്റലബിലിറ്റി ഭാഗത്തുനിന്നുള്ള ചോദ്യമാണ്. നിങ്ങൾ നോക്കിയും ഇവിടെ 1 ആയിരുന്നു, ഒരു ഒറ്റ വരയുള്ളൂ. ഇവിടെ 2, ഇവിടെ 3 തീർച്ചയായിട്ടും ഇവിടെ 4 ആയിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ നോക്കിയും ഇവിടെ ഡയറക്റ്റ് ഇവിടെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. തിരിച്ചു വന്നിട്ടുണ്ടല്ലേ. ഈ 1 ഇങ്ങനെ ഉള്ളതിന് 2 വന്നപ്പോൾ ഇങ്ങനെ തിരിച്ച് ഇവിടെ എന്തായി? 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോഴെന്തായിരിക്കണം? 4 എണ്ണം വരണം.
90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ 4 വരുന്ന ഒരു ഓപ്ഷനുള്ള ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾ ഇനി നോക്കിയിടാം ഈ ഒരു ക്വസ്റ്റ്യൻ ഫ്രാക്ഷണൽ നമ്പറിന്റെ സ്ക്വയർ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലെ, 25 1/2 ദ ഹോൾ സ്ക്വയർ ആണ്. നമ്മൾ അതിന് ആദ്യം ചെയ്യേണ്ടത് ഇനി എന്താക്കണം? ഇതിനെ ഫ്രാക്ഷൻ ആക്കണം. അതിന് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ 25ഉം 1/2 ഉണ്ട്. നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ ഇതിന് ഇങ്ങോട്ട് ആദ്യം ഡിനോമിനേറ്റർ എന്താണോ അവനെ തന്നെ നമ്മൾ എന്താ എഴുതണം? ഡിനോമിനേറ്റർ എഴുതണം. 2 × 25 50. 50 പ്ലസ് ന്യൂമറേറ്റർ ഒന്ന് എത്ര കിട്ടൂടാ? 51. അപ്പൊ എത്ര കിട്ടും? 51/2 ദ ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ 51/2 ദ ഹോൾ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം? കാണണം. 51 × 51 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2601 എന്ന് കിട്ടും. 2ന്റെ സ്ക്വയർ എത്രയാണ് മക്കളെ? 4 എന്ന് കിട്ടും. നമ്മൾ ഈ 2601 ഡിവൈഡ് ബൈ 4 ചെയ്യണം. 2601 ഡിവൈഡ് ബൈ 4 ചെയ്യാതെ നമുക്ക് കിട്ടുന്നത് 650 ആണ് ആൻസർ കിട്ടുന്നത്. ഇവിടെ 2600 വരും. നമ്മൾ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടമായിട്ട് 1 വരും. നമ്മൾ ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ എന്താ കിട്ടും? എന്താണോ നമ്പർ വന്നത് ആ നമ്പർ ആയിരിക്കും. 650 ഇവിടെ മാത്രമേ ഉള്ളൂ. എത്ര വരും? 650 ഡിവൈഡ് ചെയ്ത് എന്താണോ അവൻ ഡിനോമിനേറ്ററിൽ വരണം, ശിഷ്ടം എവിടെ വരണം? ന്യൂമറേറ്റർ അതിൽ അംശത്തിൽ വരണം. ഡിവൈഡ് ചെയ്ത സംഖ്യ ഛേദത്തിലും ശിഷ്ടം അംശത്തിലും വരണം. നമുക്ക് നോക്കാം ഒരൊറ്റ ആൻസറിലേ ഉള്ളൂ, അല്ലെങ്കിൽ തന്നെ 650 വരുന്ന ഒറ്റ ആൻസറേ ഉള്ളൂ. ഓപ്ഷൻ ഡി ആണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നവരെല്ലാം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഇതും റിലേറ്റ് ചെയ്ത ഫാക്റ്റ് മാത്രമല്ല അത്യാവശ്യം SCERT ടെക്സ്റ്റും കാര്യങ്ങളും എല്ലാം കൂടെ ഒന്ന് സമയമുണ്ടെങ്കിൽ പരമാവധി അറ്റ്ലീസ്റ്റ് ഈ വരുന്ന ചോദ്യങ്ങളുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളെങ്കിലും ചെയ്ത് നോക്കുക.